ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി 77 വർഷം പിന്നിടുമ്പോൾ അതിനെക്കുറിച്ച് ഓരോ പ്രവർത്തകനും എത്ര വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ 77 വർഷം ഓരോ നിമിഷത്തിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു പ്രസ്ഥാനമാണ്. കഴിഞ്ഞകാല നേതാക്കന്മാരും ഇപ്പോഴുള്ള നേതാക്കന്മാരും അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ഒരുപാട് എണ്ണിപ്പറയാൻ നമുക്കുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി ഇത്രയേറെ പ്രയത്നിച്ച ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യചരിത്രത്തിൽ ഉണ്ടാവില്ല. ഒരു പ്രശ്നം വരുമ്പോൾ, ന്യൂനപക്ഷത്തിനും പിന്നോക്ക വിഭാഗത്തിനും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഓടിയെത്ത് പരമാവധി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു ഈ പ്രസ്ഥാനം. വീടില്ലാത്തവർക്ക് വീട് എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങി പതിനായിരക്കണക്കിന് ബൈത്തുറഹ്മകൾ നിർമ്മിച്ചു നൽകി. രോഗികൾക്ക് സ്വാതന്ത്ര്യമായി മുസ്ലിം ലീഗിൻ്റെ ഡയാലിസിസ് സെൻ്ററുകൾ, CH സെൻ്ററുകൾ, ഇങ്ങനെ നിരവധി സേവന പ്രവർത്തനങ്ങൾ, ആംബുലൻസുകൾ, പ്രാദേശികമായി ഒട്ടനവധി സഹായങ്ങൾ. ഇപ്പോൾ റമദാൻ വ്രതത്തിലാണ് നമ്മൾ. ഈ ഒരു മാസത്തിൽ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എത്രയെത്ര റിലീഫ് പ്രവർത്തനങ്ങളുമായാണ് ഓരോ കമ്മിറ്റികളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി കഴിഞ്ഞ 77 വർഷത്തെ ലീഗിൻ്റെ ചരിത്രം നമുക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാം. ജയ് മുസ്ലിം ലീഗ്.